പാലക്കാട്ടേത് ഷാഫി പറമ്പിലിന്റെയും വി.കെ. ശ്രീകണ്ഠന്റെയും മാത്രം വിജയമെന്ന് എ.ഐ.സി.സി. സെക്രട്ടറി പി.വി. മോഹനൻ. വിജയത്തിനായി മുഴുവൻ പരിശ്രമവും ഇരുവരും നടത്തി. എന്നാൽ അതേ ശ്രദ്ധ ചേലക്കരയിൽ ഉണ്ടായില്ലെന്നും ചേലക്കരയിൽ നേതൃത്വം പരാജയമെന്നും മോഹൻ ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. പാലക്കാടിലെ കോൺഗ്രസ് വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കെന്ന തർക്കം നടക്കുന്നതിനിടയിലാണ് എ.ഐ.സി.സി. സെക്രട്ടറി പി.വി. മോഹന്റെ ഈ പ്രതികരണമെന്നതാണ് ശ്രദ്ധേയം. പാലക്കാട്ടേത് ഷാഫി പറമ്പിലിന്റെയും വി.കെ. ശ്രീകണ്ഠന്റെയും പരിശ്രമത്തിന്റെ വിജയമെന്നാണ് മോഹൻ പറയുന്നത്. അവിടെ നേതാക്കൾ നടത്തിയ കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമെന്ന പ്രധാന നേതാക്കളുടെ അഭിപ്രായം തള്ളുന്നതാണ് മോഹന്റെ ഈ പ്രതികരണം. അതേസമയം ചേലക്കരയിൽ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്നും മോഹൻ ഒരു ദേശീയ ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ചേലക്കരയിൽ പ്രചരണത്തിൽ ഏകോപനം ഉണ്ടായില്ല. പ്രവർത്തന രംഗത്ത് നേതാക്കളുടെ അഭാവം പ്രശ്നമായി മാറി. കോൺഗ്രസ് വോട്ടുകൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളിൽ പോലും ഫലപ്രദമായ പ്രവർത്തനം നടന്നില്ലെന്നും നേതൃത്വം മുഴുവൻ പാലക്കാട് കേന്ദ്രീകരിക്കുന്നതിനെതിരെ ചേലക്കര സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി. സെക്രട്ടറിയുടെ പ്രതികരണം. വി.ഡി. സതീശൻ ഷാഫി പറമ്പിൽ കോക്കസിന്റെ പ്രവർത്തന കേന്ദ്രമായി പാലക്കാട് മാറിയതും ചേലക്കര മണ്ഡലത്തെ പ്രധാന നേതാക്കളടക്കം ശ്രദ്ധിക്കാത്തതും പരാജയത്തിന് വഴിവെച്ചുവെന്ന വിമർശനവും കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. ഇത് കെ മുരളീധരൻ തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.